അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഈ നായിന്റെ മോനുണ്ടല്ലോ, ഇത് അവസാനിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ല രീതിക്ക് ഞാൻ വൃത്തികേട് ഇതിൽ പറയും. കാരണം കൊണ്ടമാരെ രണ്ടും കൂടി വന്ന് മേടിച്ചോ. എന്തായാലും ഒരു സ്ത്രീയെങ്കിലും ഇതിനെതിരെ പരാതിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷനായിട്ട് വന്നുവല്ലോ, അതിന് വലിയ സന്തോഷം. കാരണം ഇവരെ പറയുമ്പോൾ പെണ്ണുങ്ങൾ ഈ കണ്ണൂരൊക്കെ പോയപ്പോഴേ കുറേ പെണ്ണുങ്ങൾ ചുരിദാർ നല്ല രസമുണ്ടായിരുന്നു, എന്നിട്ട് അതിൻ്റെ പിന്നാലെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ആണുങ്ങളും ഫോട്ടോ എടുത്തിരുന്നു. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഒരാണൊരു പെണ്ണിന്റെ വേഷം കെട്ടിയിട്ട് എന്നിട്ട് എന്താ ഹെലൻ എന്തോ പൊക്കി കാണിച്ചു കൊടുത്തു, എന്തോ പറഞ്ഞല്ലേ? നീ വീഡിയോ കോളൊക്കെ ഓഫ് ചെയ്തിട്ട് അവനോട് നേരിട്ട് വരാൻ പറഞ്ഞിട്ട് കുറച്ച് മുളക് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു അവൻ്റെ ഇതിൽ. അവനെ ഈ ബ്രസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് തൊടയിൽ നിന്ന് എന്തോ തൊലിയെടുത്തിട്ട് അങ്ങനത്തെ എന്തോ ഒരു സംഭവം അത്ര ഇത്. അത് ചെയ്തിട്ട് എല്ലാവരും എന്നെ പറഞ്ഞപ്പോൾ എൻ്റെ മുട്ടമണി മുറിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഡയലോഗ് അടിച്ചിരുന്നു. എന്നിട്ട് ഒരു പെണ്ണിന് മറ്റവൻ്റെ പൊക്കി കാണിച്ചു കൊടുക്കുക. എന്താ ഇവൻ്റെയൊക്കെ ഒരു അവസ്ഥ? അല്ല, അവന് ഇതൊന്നും ഒരു ഇതായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല മുണ്ട് നോക്കി കാണിക്കുക. അത് സ്ഥിരമായിട്ട് അവൻ പണ്ടും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ആ കൂടുള്ള എന്താണ് നാണല്ലടാ നാറി, നിനക്ക് വേറെ വല്ല പണിക്കും പോയിക്കോട്ടെ ചേറ്റെ. നീ ഇവൻ്റെ പിന്നാലെ ഈ പൊട്ടന്മാർ ഈ മറ്റെന്താണ് നമ്മുടെ അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന പോലത്തെ ഒരു കണ്ണടയും വെച്ച് ഇവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. കാരണം നിനക്കറിയാം, ആ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എന്ത് പറയുന്നുണ്ടെങ്കിലും ആ മൈൻഡ് ആക്കാതെ പോകാം. നമ്മൾ നോക്കുമ്പോഴല്ലേ, മുഖത്ത് നോക്കിയിട്ട് ചീത്ത വിളിക്കുമ്പോഴല്ലേ പ്രശ്നം. കണ്ണട വെച്ചിട്ട് 4 പറ നോക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നിനക്ക് തന്നെ അറിയാം അല്ലേ? വല്ലാത്തൊരു നാറിയട്ടെ, നാറിയിച്ചാലും പോലെ. എങ്ങനെയാണ് നിങ്ങളൊക്കെ തൊലിയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ 1000 കൊല്ലം ഉപ്പിട്ട് വെച്ചാലും ആ ഉപ്പ് പിടിക്കൂല, അത്രയും തൊലിക്കട്ടി ഞങ്ങൾക്ക്. വല്ലാത്തൊരു ജന്മങ്ങളോടോ നിങ്ങള്, വല്ലാത്ത തന്നെ വാപ്പ. ഞങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങളൊക്കെ മാതാപിതാക്കളുടെ കാര്യം ആലോചിച്ച് നോക്കുക. പാവങ്ങള് എന്തോ ഒരു അവസ്ഥയല്ലേ. കേക്ക് എല്ലാരും കൂടി വട്ടമിട്ടിട്ട് കിട്ടണില്ല, അത് മേടിച്ചിട്ട് അവിടെ ഇരിക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്നെ പറയുമ്പോൾ നമ്മുടെ കുവൈത്തിലെ മൊട്ടറാഫി ഉണ്ടല്ലോ, ജോണി, പ്ലംബർ ജോണിക്ക് എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ. അത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കമൻ്റ് ഇടുക, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നാളെ നിങ്ങളുടെ മുട്ടാണി പൊങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ ജാസി ആവേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാവും വരും. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ.